സ്വർഗരാജ്യത്തിൻ്റെ നിധി അന്വേഷിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെയാണ്. അത് കണ്ടെത്തിയവൻ അത് വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല മുത്തുകൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയെ പോലെയാണ്. അവനത് കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ നിധി ദൈവരാജ്യത്തിലാണ്. കർത്താവായ യേശുനാഥൻ പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ആണ് എന്ന്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ നിധി നമ്മളിൽ തന്നെയാണ്. നമ്മളിലുള്ള ദൈവരാജ്യ സത്യത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീകമായ ആ നിധിയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നിധി അതുകൊണ്ട് തന്നെ രാജ്യമല്ല, നാം നിധിയെ രാജ്യത്തിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ നിധി എന്നത് നാം നിലകൊള്ളുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്ന തലങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന ഇടങ്ങൾ, നമ്മുടെ ചിന്താ രീതികൾ, ഇവയൊക്കെയും നിധി കണ്ടെത്തേണ്ട ഇടങ്ങളായി നമുക്ക് ഒരുപക്ഷെ പരിഗണിക്കാം. കാരണം ദൈവരാജ്യം നമ്മളുടെ മധ്യയാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞാൻ ആത്യന്തികമായി അന്വേഷിക്കേണ്ടത് ഈ സ്വർഗരാജ്യ നിധിയാണ്. അതിന് നീ സ്വർഗരാജ്യ അനുഭവം സ്വന്തമാക്കണം. സ്വർഗരാജ്യ അനുഭവം, സ്വർഗരാജ്യം ബോധ്യത്തോടുകൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും സ്വർഗരാജ്യത്തെ നാം അന്വേഷിക്കുമ്പോൾ അവയൊക്കെയും നമ്മൾ സ്വർഗമാക്കി തീർക്കുന്നവരായി മാറും. അങ്ങനെയാണ് ആ നിധിക്ക് വേണ്ടിയുള്ള കാഴ്ച നാം സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിധി ഏറ്റവും വലുതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം നമുക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് ആ നിധി സ്വന്തമാക്കുവാൻ ഒരുങ്ങുന്നു. ഒരർത്ഥത്തിൽ ആ നിധിക്ക് വേണ്ടി ഞാൻ സമ്പൂർണ്ണ ദാരിദ്ര്യം ഏറ്റെടുക്കുവാൻ മനസ്സാകുന്നു. ആ നിധിക്ക് വേണ്ടി ഞാൻ സർവ്വതും വിട്ടു നൽകുവാനുള്ള നിസ്വാർത്ഥത ജീവിക്കുന്നു. ആ നിധിക്ക് വേണ്ടി ഞാൻ മറ്റുള്ളതിനെയെല്ലാം വിലകെട്ടതായി കാണുന്നു. ആ നിധി യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയല്ലേ? രണ്ടാമത്തെ നിത്യാനുഭവം എന്നത് മറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിധി ഉണ്ട് എന്നത് സുനിശ്ചിതമായ സത്യമാണ്. അതിനെ എന്താണ് മറയ്ക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ മറ നീക്കാതെ തന്നെ ആ നിധിയിൽ നാം സന്തോഷിക്കുകയും ആ നിധി സ്വന്തമാക്കുവാൻ നാം സർവ്വതും വ്യയം ചെയ്യുവാനോ നഷ്ടപ്പെടുത്തുവാനോ മനസ്സാകുകയും ചെയ്യുന്നു എന്നതാണ് ആ നിധിയുടെ സത്യം. കൂദാശകളിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം ഈ നിധിയനുഭവം തന്നെയാണ്. ഞാൻ എന്ത് വിലയാണ് ക്രിസ്തുവിന് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നിലകൊള്ളുന്നത്. സ്വർഗരാജ്യത്തെ അഥവാ ദൈവരാജ്യത്തെ സ്വന്തമാക്കുവാൻ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് വിശ്വാസം. ഈ വിശ്വാസം തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അഥവാ ഈ വിശ്വാസത്താലാണ് ദൈവത്തെ നാം സ്വന്തമാക്കുന്നത്. വിശ്വാസത്തെക്കാൾ വലുതായി നിന്റെ ജീവിതത്തിൽ യാതൊന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. നമ്മുടെ സ്നേഹവും നമ്മുടെ സമ്പാദ്യവും നമ്മുടേതെന്ന ചിന്തയും നിധിയെ മറച്ചു വയ്ക്കുന്ന ഭൂമിക്ക് തുല്യമാണ്. നമ്മുടേതിൽ നിന്നും ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ് ഈ നിധി അനുഭവം. എൻ്റെ സന്തോഷത്തെ മറ്റുള്ളവർക്ക് ഞാൻ നൽകുമ്പോൾ അതിന് പുഞ്ചിരി എന്ന് പറയും. എൻ്റെ സമ്പത്തിനെ മറ്റുള്ളവർക്ക് ഞാൻ നൽകുമ്പോൾ അതിന് ദാനധർമ്മം, സ്നേഹം എന്ന് നാം പറയും. എൻ്റെ ജീവിതത്തെ ഞാൻ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ത്യാഗം, ബലി എന്ന് നാം പറയും. അങ്ങനെയാണ് നിനക്ക് ഈ നിധി കണ്ടെത്തുവാൻ സാധിക്കുന്നതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള ദൈവീക നിധിയെ സ്വന്തമാക്കുവാൻ നമുക്ക് ക്രിസ്തുവിൻ്റെതായി മാറുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.